ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയുള്ള ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം 3 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ സൈസിലുള്ള പട്ട, 2-3 ഗ്രാമ്പൂ ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. മല്ലിയൊക്കെ നന്നായി കളറ് മാറി വരണം. അപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ചിക്കനിലോട്ട് മിക്സാക്കി കൊടുക്കാം. ഈ മസാല തേച്ച് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു പിടി ചെറിയ ഉള്ളി, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവ് ഉണ്ടാവും കേട്ടോ. ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അത് മാറ്റി വെച്ച ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായി വാടി വന്ന ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്ത സമയത്ത് പോയതാണ്. കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മസാലയിലൊന്ന് നന്നായിട്ട് മിക്സാക്കി നമുക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വെന്ത തന്നെയാണ്. ഒന്നുകൂടെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം അടച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അവസാനം നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.